പടനിലത്തിൻ്റെ മണ്ണിൽ ഇനി നാടകത്തിൻ്റെ രാവുകൾ. നൂർനാട് പടനിലം പ്രതിഭാ യുവശക്തിയുടെ ആഭിമുഖ്യത്തിൽ ടി കുഞ്ഞുപിള്ള സ്മാരക മൂന്നാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിന് നാളെ ബെൽ മുഴങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രതിഭാ യുവശക്തിയുടെ ആഭിമുഖ്യത്തിൽ 2025 നവംബർ 2 മുതൽ 8 വരെ ടി കുഞ്ഞുപിള്ള സ്മാരക പ്രൊഫഷണൽ നാടകോത്സവം നാടക മത്സരം പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ വേദിയിൽ ധന്യമാകുകയാണ്. ഏകദേശം 50 വർഷം പഴക്കമുള്ള പ്രതിഭാ യുവശക്തി കലയിൽ മാത്രമല്ല സ്പോർട്സിലും തിളങ്ങി നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ്. 70കളുടെ ആദ്യപാദത്തിൽ ഉദിച്ച് അടുത്ത നൂറ്റാണ്ടിനെ ചേർത്ത് പിടിച്ച് ഈ സംഘടന അനുസ്യൂതം മുന്നോട്ട് പോവുകയാണ്. ഈ സംഘടനയുടെ പേരിൽ പടനിലത്തിൻ്റെ നാടകാചാര്യൻ ശ്രീ ടി കുഞ്ഞുപിള്ളയുടെ നാമധേയത്തിൽ ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുൻപ് ഒന്നാമത് ടി കുഞ്ഞുപിള്ള സ്മാരക നാടകോത്സവം നമ്മൾ ആരംഭിച്ചിരുന്നു. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം പിന്നെ എന്തൊക്കെയോ ഡിലേ സംഭവിച്ചു. പിന്നെ 2 വർഷത്തിന് ശേഷം പിന്നെ രണ്ടാമത്തെ നാടകോത്സവം ആരംഭിച്ചു. ശേഷം 2 വർഷത്തിന് ശേഷം മൂന്നാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം നവംബർ 2 മുതൽ 8 വരെ പടനിലം പരബ്രഹ്മ ക്ഷേത്ര മൈതാനിയിൽ നടക്കുകയാണ്. 2-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളന ഉദ്ഘാടനം ബഹുമാന്യനായ മാവേലിക്കര MLA ശ്രീ MS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നാടക മത്സര ഉദ്ഘാടനം റാന്നിയുടെ പ്രിയപ്പെട്ട MLAയും നാട്ടുകാരനും കൂടിയായ അഡ്വക്കേറ്റ് PN പ്രമോദ് നാരായണൻ ഉദ്ഘാടനം ചെയ്യുന്നു. തദവസരത്തിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സിനിമാ താരം ശ്രീ സന്തോഷ് കീഴാറ്റൂർ ഈ സമ്മേളനത്തിന് മുഖ്യാതിഥിയാകുന്നു. ശേഷം രാത്രി 7:30 മുതൽ കൊല്ലം അനശ്വര അവതരിപ്പിക്കുന്ന ആകാശത്തൊരു കടൽ എന്ന നാടകം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ ഒരു പ്രത്യേക ചടങ്ങുകൾ കൂടിയുണ്ട് നമ്മൾ നടത്തുന്നത്. പടനിലത്തിലെ പഴയകാല നാടക പ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് കഴിഞ്ഞ 3 വർഷമായിട്ട് നടത്തി വരുന്നു. അപ്പോൾ ഈ വർഷം ആ തലമുറകൾ പിന്മാറി അടുത്ത തലമുറ വന്നിരിക്കുകയാണ്. അവരെയും കൂടെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. ഒപ്പം സ്വരാജ് മലയാള സാഹിത്യ അക്കാദമി റിസർച്ച് സെൻ്ററിൻ്റെ അവാർഡ് നേടിച്ച കൃതി പുരസ്കാരത്തിന് അർഹനായ ശ്രീ VP സ്വരാജ് ഇതിനെ കൂടി പ്രതിഭ ആദരിക്കുന്നുണ്ട്. 2-ാം ദിവസം വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്ന ആൾ, 3-ാം ദിവസം കൊല്ലം ആവിഷ്കാര അവതരിപ്പിക്കുന്ന ഭൂപടം മായുമ്പോൾ, 4-ാം ദിവസം തിരുവനന്തപുരം അജന്ത അവതരിപ്പിക്കുന്ന വംശം എന്ന നാടകം, 5-ാം ദിവസം അതായത് അവസാന ദിവസം തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിക്കുന്ന താഴ്വാരം എന്ന നാടകം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മൾ നാടക മത്സരം 5 നാടകങ്ങൾ മത്സരിക്കുമ്പോൾ ഒപ്പം 6-ാം ദിവസത്തെ സമാപന സമ്മേളനം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യുന്നതും ശ്രീ CR മഹേഷ് കരുനാഗപ്പള്ളിയിലെ MLA CR മഹേഷ് പ്രതിഭകൾക്കുള്ള പുരസ്കാരവും ഒപ്പം നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശ്രീ വേണാട് ശിവൻകുട്ടി സ്മാരക പുരസ്കാരം ശ്രീമതി പഴയകാല നാടക നടിയും ഇപ്പോഴത്തെ സിനിമാ നടിയുമായ ശ്രീമതി കുടശനാട് കനകത്തിന് ഈ അവസരത്തിൽ നൽകുന്നതുമാണ്. ശേഷം തൃശ്ശൂർ സദ്ഗമയ അവതരിപ്പിക്കുന്ന സൈറൺ എന്ന നാടകം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടി ഒരു വൻവിജയമാക്കി തീർക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളും പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് പ്രതിഭാ യുവശക്തിയുടെ പേരിൽ പ്രസിഡന്റ് PG ദിലീപ് കുമാർ സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും നമസ്കാരം. 1970കളുടെ തുടക്കത്തിൽ നൂറനാട് പടനിലം കേന്ദ്രമാക്കി കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തേക്ക് വന്ന പ്രസ്ഥാനമാണ് പ്രതിഭാ യുവശക്തി. പ്രതിഭാ യുവശക്തി സംഘടിപ്പിക്കുന്ന മൂന്നാമത് ശ്രീ ടി കുഞ്ഞുപിള്ള അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരം നാളെ മുതൽ ഈ മണ്ണിൽ ആരംഭിക്കുകയാണ്. നവംബർ 2-ാം തീയതി മുതൽ നവംബർ 8-ാം തീയതി വരെയാണ് ഈ നാടകോത്സവം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നൂറനാടിനെ സംബന്ധിച്ച് പടനിലത്തിനെ സംബന്ധിച്ച് ഈ മാസം വരാനിരിക്കുന്ന വൃശ്ചിക മഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു മഹാ ഉത്സവമാക്കി മാറ്റുവാനാണ് സംഘാടകരായ ഞങ്ങൾ എല്ലാം ശ്രമിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും ഇത്തരത്തിൽ അഖില കേരള നാടക മത്സരം വെച്ചപ്പോൾ ഈ ജില്ലയുടെ അതുപോലെ തന്നെ തൊട്ടടുത്ത പത്തനംതിട്ട ജില്ലയുടെയൊക്കെ അടക്കം വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഒരു മത്സരം കാണുവാൻ വേണ്ടി ഇവിടെ ഈ കലാരൂപം അല്ലെങ്കിൽ ഈ നാടകം ആസ്വദിക്കാൻ വേണ്ടി ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 5 നാടക സമിതിയാണ് ഇവിടെ ഈ മത്സരത്തിനായി മാറ്റിവെക്കുന്നത്. കൊല്ലം അനശ്വരയുണ്ട്, കൊല്ലം ആവിഷ്കാരയുണ്ട്, തിരുവനന്തപുരം സൗവർണികയുണ്ട്,
തിരുവനന്തപുരം അജണ്ടയുണ്ട്, വള്ളുവനാട് ബ്രഹ്മയുണ്ട്. വ്യത്യസ്തങ്ങളായ സംവിധായകർ, വ്യത്യസ്തങ്ങളായ രചനകൾ, ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ പടനിലത്തും നൂറനാട്ടൊന്നുമല്ല, നാടകത്തെ സ്നേഹിക്കുന്ന എല്ലാ ആസ്വാദകർക്കും ഒരു നല്ല ആസ്വാദനമായി, ഒരു നല്ല അവർക്ക് ആ നാടകം തരുന്ന ആശയം ചിന്തിക്കാൻ ഉള്ള വേദിയായി ഈ നാടകോത്സവം മാറ്റണമെന്ന് എല്ലാവരോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.